നിമിഷങ്ങൾക്കകം നമ്മുടെ വേദിയിലേക്ക് സുൽത്താനുൽ ഉലമ കടന്നു വരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാസം റബീഉൽ ആഖിർ, മഹാനായ താജുൽ ഉലമയുടെ വഫാത്തിന്റെ മാസം. 4 വർഷങ്ങൾക്ക് മുമ്പ് മംഗലാപുരത്തിനടുത്ത് ആലടുക്ക എന്ന് പറയുന്ന സ്ഥലത്ത് ദഫ് റാത്തീബിന്റെ 50ാം വാർഷിക പരിപാടി. ആ പരിപാടിയിൽ ഞാനായിരുന്നു പ്രസംഗിച്ചത്. അന്ന് താജുൽ ഉലമ അവിടെ പറഞ്ഞ 2 വാക്കുകൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ ഓർമ്മപ്പെടുത്തുകയാണ്. തീരെ ആഫിയത്ത് ഇല്ലാത്ത താജുൽ ഉലമ, ആഫിയത്ത് കുറവാണ്. നിങ്ങളെല്ലാവരും എനിക്ക് ദുആ ചെയ്യണം. മുഖം ലംഘി മരിക്കാൻ വേണ്ടി ദുആ ചെയ്യണം. രണ്ടാമതായി പറഞ്ഞത്, എന്റെ മശായിഖന്മാരെല്ലാം മരണപ്പെട്ടത് റബീഉൽ ആഖിറിലാണ്. എനിക്ക് റബീഉൽ ആഖിറിൽ മരണപ്പെട്ട് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം. മഹാനായ താജുൽ ഉലമ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. അതുകൊണ്ട് തന്നെ റബീഉൽ ആഖിർ 1 മഹാനവർകൾ വഫാത്തായപ്പോൾ അന്ന് മാസം 1 ഉറപ്പിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ മഹാനായ താജുൽ ഉലമ ഇങ്ങനെ കുറെ വർഷങ്ങളായി ദുആ ചെയ്യുന്നു എന്ന് അറിഞ്ഞവർ മുഴുവനും പറഞ്ഞു, മാസം ഉറപ്പിച്ചോ ഇല്ലേ എന്നല്ല പ്രശ്നം, താജുൽ ഉലമ വഫാത്തായിട്ടുണ്ടെങ്കിൽ റബീഉൽ ആഖിർ 1 തന്നെയാണ്. അങ്ങനെ നിരവധി മഹത്തുക്കൾ വഫാത്തായ മാസമാണ് റബീഉൽ ആഖിർ. മഹാനായ റഈസുൽ മുഹഖ്ഖിഖീൻ കന്നിയത്ത് ഉസ്താദ് അവർകൾ റബീഉൽ ആഖിർ 2-നും, മഹാനായ ശംസുൽ ഉലമ കെ ഉസ്താദ് റബീഉൽ ആഖിർ 3-നും, കഴിഞ്ഞ വർഷം വഫാത്തായ മഹാനായ മുഹമ്മദ് ഖാദിരി ദാരിമി ഉസ്താദ് അവർകൾ റബീഉൽ ആഖിർ 20-നും, വന്യരായ നൂറുൽ ഉലമ ഉസ്താദ് കഴിഞ്ഞ വർഷം റബീഉൽ ആഖിർ 28-നും, മഹാനായ ശൈഖുൽ ഹദീസ് അലിഖുത്ത് ഉസ്താദ് കഴിഞ്ഞ റബീഉൽ ആഖിർ 29-നും, ഇങ്ങനെ നിരവധി മഹത്തുക്കൾ വഫാത്തായ മാസമാണ് ഈ ജീലാനി മാസം. അല്ലാഹു മശായിഖന്മാരെ ബർക്കത്ത് കൊണ്ട് നമ്മളെല്ലാവരും നന്നാക്കി തരുമാറാകട്ടെ. താജുൽ ഉലമ എന്ന് പറയുന്ന ഈ പേര് അറിയാത്ത ചെറിയ പിഞ്ചു മക്കളടക്കം ഉണ്ടാവുകയില്ല. 94 വയസ്സുകാലത്തിൽ 4 തലമുറ പണ്ഡിതന്മാരെ സമുദായത്തിന് വാർത്തെടുത്ത മഹാനാണ് മഹാനായ താജുൽ ഉലമ. വലിയ സയ്യിദാണെന്ന് എനിക്ക് പുറമെ വലിയ പാണ്ഡിത്യത്തിന്റെ ഉടമയാണ് താജുൽ ഉലമ. അവിടുത്തെ ഇൽമിനെ കുറിച്ച് വർണ്ണിക്കാൻ പാവപ്പെട്ട എന്നെ കൊണ്ട് കഴിയില്ല. നിരവധി ശിഷ്യന്മാരെ വാർത്തെടുത്തുകൊണ്ട് നിരവധി മഹലിന്റെ ഖാദിയായി ഈ സമുദായത്തിന്റെ വലിയ സേവനം അർപ്പിച്ച മഹാനായ താജുൽ ഉലമ ലോകം അങ്ങയെ കബൂൽ ചെയ്തു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹു ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞവരെ അല്ലാഹു തആല മലായികത്തീങ്ങളോട് പറയും. മലായികത്തീങ്ങൾ അവരെ മുഴുവനും ഇഷ്ടപ്പെടും. എന്നിട്ട് ഭൂമി ലോകത്ത് അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് യൂദഉ ലഹുൽ ഖബൂൽ, എവിടെ നോക്കിയാലും സ്വീകാര്യതയാണ്. ആ സ്വീകാര്യതയുടെ തെളിവാണ് മഹാനായ താജുൽ ഉലമയെ ലോകം എല്ലാ സ്ഥലത്തും ഇന്ന് വാഴ്ത്തിക്കൊണ്ടേയിരിക്കുകയാണ്. നിരവധി സുന്നി സെന്ററുകളും നിരവധി സുന്നി സ്ഥാപനങ്ങളും താജുൽ ഉലമയുടെ പേരിൽ വളർന്നു വരികയാണ്. നമ്മുടെ ജില്ലാ നേതാക്കൾ വരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, താജുൽ ഉലമയുടെ പേരിൽ നിരവധി മസ്ജിദുകൾ നിർമ്മിക്കപ്പെട്ടു കഴിഞ്ഞു. ലോകം ആ നേതാവിനെ വാഴ്ത്തുകയാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ആലിമീങ്ങൾക്ക് ധൈര്യത്തോടെ ഹഖ് ഹഖായി പറയാം, സുന്നത്ത് ജമാഅത്ത് തുറന്നു പറയാൻ ധൈര്യം പകർന്ന നേതാവ് താജുൽ ഉലമയാണ്. വിശദീകരിക്കാൻ സമയം അനുവദിക്കുന്നില്ല, വളരെ ചുരുക്കുകയാണ്.
ആ താജുൽ ഉലമയുടെ ആണ്ട് നേർച്ച അവിടുത്തെ ഉറൂസ്, രണ്ടാം ഉറൂസ് എടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ വന്ന മഹൽ വ്യക്തികളെല്ലാം പ്രസംഗത്തിൽ സംസാരിച്ചത്, 5 വർഷം കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും വലിയ ഉറൂസ് നടക്കുന്ന ഒരു പരിപാടി, ഏറ്റവും വലിയൊരു സിയാറത്ത് കേന്ദ്രമായി മാറാൻ വേണ്ടി പോവുകയാണ് മഹാനായ താജുൽ ഉലമയുടെ മഖ്ബറ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നും ആത്മീയമായി മഹാനായ താജുൽ ഉലമ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓർത്തുപോകുന്നു, സമാപനവേദിയിൽ പ്രസംഗിച്ച ഒരാൾ അവിടെ പറഞ്ഞൊരു വാക്ക്, അടിവരയിട്ട ഒരു വാക്ക്, മഹാനായ താജുൽ ഉലമയെ അവിടുത്തെ വഫാത്തിന്റെ ശേഷവും ഇന്നും സിയാറത്തിന് വേണ്ടി വരാത്ത പലവരും ഉണ്ട്. വരാത്തതിന്റെ കാരണം വരാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, അവിടുന്ന് ഓടിക്കുമോ എന്ന് പേടിച്ചിട്ടാണ്. മഹാനായ താജുശ്ശേരി അലിക്കുഞ്ഞി ഉസ്താദ് നമ്മുടെ വേദിയിലേക്ക് കയറുകയാണ്. ആരും കൈപിടിക്കരുത്, ഉസ്താദിന്റെ ആഫിയത്ത് നീട്ടിക്കിട്ടണം. കുറെ കാലം താജുശ്ശേരിയെ നമുക്ക് ആവശ്യമുണ്ട്. എല്ലാവരും അത് സ്ഥലത്ത് തന്നെ ഇരിക്കും, ഒറ്റൊരാൾ കൈപിടിക്കരുത്. അല്ലാഹു പൂർണ്ണമായ ആഫിയത്ത് കൊടുക്കട്ടെ, അല്ലാഹു പൂർണ്ണമായ ആഫിയത്ത് കൊടുക്കട്ടെ. ആലിമീങ്ങൾക്ക് ദുആ പറയുമ്പോൾ ദുആ ചെയ്യുമ്പോൾ ആമീൻ പറയാൻ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർക്ക് വല്ലാത്ത മടി കാണുന്നുവല്ലോ. അല്ലാഹു ആഫിയത്ത് ഏറ്റിക്കൊടുക്കട്ടെ, അല്ലാഹു ആഫിയത്ത് ഏറ്റിക്കൊടുക്കട്ടെ. ദീർഘകാലം അവിടുത്തെ നേതൃത്വം അല്ലാഹു നൽകട്ടെ. എല്ലാ രോഗങ്ങളും അല്ലാഹു മാറ്റി കൊടുക്കട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വടിയിൽ നിന്ന് പ്രവർത്തകർ മാറി നിൽക്കണം. നമ്മുടെ ആലിമീങ്ങൾക്ക് വരുമ്പോൾ വല്ലാത്ത വിഷമാണ്. 2 ഭാഗത്തും വിശാലമായ സ്ഥലമുണ്ട്. വോളണ്ടിയർ നമ്മുടെ പ്രവർത്തകരെ മുഴുവൻ 2 ഭാഗത്തേക്ക് നീക്കേണ്ടത്. ഇഷ്ടംപോലെ സ്ഥലം ഇങ്ങോട്ടുണ്ട്. ആലിമീങ്ങൾക്ക് രോഗ തടസ്സം ഉണ്ടാക്കരുത്. മഹാനായ സുൽത്താനും കാന്തപുരം ഉസ്താദ് വരാറായി. എല്ലാവരും സൗകര്യം ചെയ്തു കൊടുക്കണം. നമ്മുടെ പ്രവർത്തകരൊക്കെ മാറി നിൽക്കണം. നമുക്ക് കൈപിടിക്കലല്ല പ്രശ്നം, നമുക്ക് അടുത്തു നിന്ന് ആലിമീങ്ങളെ മുഖം കാണണം. കൈപിടിച്ചവരെ വിഷമിപ്പിക്കരുത്. ആ മുഖം കാണൽ തന്നെ നമുക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. എല്ലാവരും മാറി നിൽക്കുക. ആരും ഇവിടെ നേതാക്കളെ വിഷമിപ്പിക്കരുതെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യേണ്ടത് മഹാനായ താജുശ്ശേരി അലിക്കുഞ്ഞി ഉസ്താദ് അവർക്കാണ്. അല്ലാഹു ആഫിയത്ത് ഏറ്റി കൊടുക്കട്ടെ. ക്ഷീണമാണ് ഇൻഷാ അല്ലാഹ്. പിന്നീട് ഒരല്പം വിശ്രമത്തിന് ശേഷം സംസാരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, മഹാനായ താജുൽ ഉലമയുടെ ഹദറത്തിലേക്ക് പോകാൻ ഇന്നും പലർക്കും പേടിയാണ്. കാരണം അവിടുന്ന് അടി കിട്ടുമോ എന്ന പേടിയാണ്. അല്ലാണ്ട് മഖബറിലേക്ക് പോകാൻ പലവർക്കും ആഗ്രഹമില്ലാത്തത് കൊണ്ട് അല്ല. വഫാത്തിന്റെ സമയത്തും പലവർക്കും വരാൻ മടി തോന്നി, വരാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല, അടി കിട്ടുമോ എന്നൊരു പേടിയാണ്. ആ നിലക്ക് വഫാത്തിന്റെ ശേഷം ഇന്നും നമ്മെ തർബിയത്ത് ചെയ്ത് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന മഹാനായ താജുൽ ഉലമയുടെ പേരിലാണ് ഈ സ്ഥാപനം ഇവിടെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ ആലിമീങ്ങളെല്ലാം വിട പറഞ്ഞു പോയി. മഹാനായ നൂറുൽ ഉലമ എം.എ. ഉസ്താദ് അല്ലാഹു ദറജ വർദ്ധിപ്പിക്കട്ടെ, അല്ലാഹു ദറജ വർദ്ധിപ്പിക്കട്ടെ. വളരെ വിനയത്തിന്റെ, ലാളിത്യത്തിന്റെ, തഖ്വയുടെ ഉടമയായിരുന്ന, അതേ കാറകളഞ്ഞ ജീവിതത്തിന്റെ ഉടമയായ വല്ലാത്തൊരു മഹാനാണ് മഹാനായ നൂറുൽ ഉലമ എം.എ. ഉസ്താദ്. കഴിഞ്ഞ വർഷം ഉസ്താദ് അവർ നമ്മെ ഇന്ന് വിട്ടുപിരിഞ്ഞു പോയി. നിങ്ങൾ അറിയുമോ, മഹാനായ നൂറുൽ ഉലമ എം.എ. ഉസ്താദ് റബീഉൽ ആഖിർ 28-നാണ് വഫാത്താകുന്നത്. വഫാത്തിന്റെ 2 ദിവസം മുമ്പ് സഅദിയിലെ ഉസ്താദുമാർ സന്ദർശനത്തിന് വേണ്ടി പോയ സമയത്ത് ഉസ്താദ് അവർ പറഞ്ഞ വാക്ക് കേൾക്കണോ? വെള്ളിയാഴ്ച രാത്രി മരിക്കാൻ എനിക്ക്
എനിക്ക് വല്ലാത്ത പൂതിയാണ്, പക്ഷേ റബീഉൽ ആഖിർ കിട്ടൂലല്ലോ. ഉസ്താദ് 28 ബുധനാഴ്ചയാണ് വഫാത്താകുന്നത്. വെള്ളിയാഴ്ച ആകുമ്പോൾ ജമാഅത്തുൽ ഉലമ പറക്കാൻ വേണ്ടി പോവുകയാണ്. സയ്യിദിലെ ഉസ്താദുമാരോട് ആനായ നൂറുൽ ഉലമ എംഎ ഉസ്താദ് പറഞ്ഞ വാക്ക്, എനിക്ക് വെള്ളിയാഴ്ച രാത്രി മരിക്കാൻ വല്ലാത്ത ആഗ്രഹമാണ്, പക്ഷേ അങ്ങനെ മരിക്കുമ്പോൾ ഇവിടെ റബീഉൽ ആഖിർ കിട്ടൂലല്ലോ. ആനായ എംഎ ഉസ്താദ് റബീഉൽ ആഖിർ 28 നമ്മിൽ നിന്ന് വിട്ടുപിരിയുകയാണ്. വലിയ വലിയ പണ്ഡിത മഹത്തുക്കളൊക്കെ നമ്മിൽ നിന്ന് വിട്ടുപിരിയുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം 5 വക്ത നിസ്കാരത്തിന്റെ പിറകെ നിർബന്ധമായും ദുആ ചെയ്യണം. നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ വല്യനായ ശൈഖുന, അല്ലാഹു ആഫിയത്ത് ഏറ്റിക്കൊടുക്കുമാറാകട്ടെ, അല്ലാഹു ആഫിയത്ത് ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. നമുക്ക് താങ്ങും തണലുമാണ് ശൈഖുന, നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകരെ വല്ലാത്ത സ്നേഹിക്കുന്ന ശൈഖുന. ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിങ്ങൾ മുമ്പിൽ പ്രസംഗിക്കുന്ന ഈ പാവപ്പെട്ട ഞാൻ ഒരു 2.5 വർഷങ്ങൾക്ക് മുമ്പ് സംസാരിക്കാൻ കഴിയാതെ, ഒരു 3 മാസക്കാലം വളരെ വിശ്രമത്തിനായി സംസാരിക്കാൻ പോലും കഴിയാതെ ഞാൻ എന്റെ വീട്ടിലിരിക്കുന്ന സമയത്താണ് ശൈഖുന ആളെ പറഞ്ഞയക്കുന്നു, സയ്യിദിനെ വരാൻ പറയണം. ഞാൻ ശൈഖുനാന്റെ ഹദറത്തിലേക്ക് പോയി. അവിടുന്ന് പോയപ്പോൾ പറഞ്ഞത് കേൾക്കണോ, ഞാൻ എനിക്ക് സലാം പറയാൻ പറയുമ്പോൾ എനിക്ക് സലാം പോലും പറയാൻ കഴിയാതെ വന്നപ്പോൾ എന്റെ ഈ രംഗം കണ്ട് ശൈഖുന കണ്ണീരൊലിപ്പിക്കുകയാണ്. എന്നിട്ട് കുറെ നേരം മന്ത്രിച്ചതിന്റെ ശേഷം ശൈഖുന എന്നോട് പറഞ്ഞൊരു വാക്ക്, മോനെ നീ മടവൂരിലേക്ക് പോകണം, മടവൂർ ശൈഖിന്റെ അടുത്തേക്ക് പോകണം. മടവൂർ മക്ബറയിൽ പോയി വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാത്രി മഗ്‌രിബ് നിസ്കാരത്തിന്റെ പിറകെ അവിടുത്തെ തലയുടെ ഭാഗത്തിരുന്നൊരു 3 യാസീൻ ഓതിയിട്ട്, അതേ ഫാത്തിഹ ഇഖ്ലാസും അബിദത്തിന് സൂറത്ത് ഓതിയിട്ട് എന്നെ ശരിയെന്ന് ഉസ്താദ് പറഞ്ഞയച്ചതാണെന്ന് പറഞ്ഞ് തിരിച്ചു വന്നോളൂ. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. ഉസ്താദിന്റെ നിർദ്ദേശപ്രകാരം മടവൂരിൽ പോയിട്ട് ഞാൻ 3 യാസീൻ ഓതിയിട്ട് അവിടെ എന്റെ സങ്കടം പറഞ്ഞിട്ട് എന്നെ ശരിയിൽ നിന്ന് അരിക്കുഞ്ഞു ഉസ്താദ് പറഞ്ഞയച്ചതാണ്, എന്റെ കാര്യം ശരിയാക്കി തരാമെന്ന് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് എന്ന് മടവൂർ ശൈഖിന്റെ ഹദ്റത്തിൽ 2.5 വർഷം മുമ്പ് ഞാൻ പോയി പറഞ്ഞ്, ഇതൊരു വെള്ളിയാഴ്ച രാത്രിയാണ്. 12 വെള്ളിയാഴ്ച ജുമാഅത്ത് ഖുത്ബ ഓതാത്ത ഞാൻ അന്ന് നേരെ കോഴിക്കോട് നിന്ന് ഇറങ്ങി കാസർഗോഡ് വന്നിട്ട് രാവിലെ പള്ളിയിലെത്തി ഉച്ചക്ക് ജുമാഅത്ത് ഖുത്ബ ഓതുകയാണ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഉസ്താദിന്റെ കറാമത്താണ് ഞാൻ ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഒരു തടസ്സവും വന്നിട്ടില്ല. അല്ലാഹു കാവൽ നൽകുമാറാകട്ടെ. ഞാനിത് പറയുന്നത് വലിയരായ ഉസ്താദാണ് നമ്മളെ കാവല്. എന്ത് പ്രശ്നം വന്നാലും ഏത് വേദാറ് വന്നാലും ഉസ്താദിനോട് പോയി അങ്ങ് തുറന്നു പറഞ്ഞാൽ നമുക്ക് സമാധാനമായി. പാവപ്പെട്ടവരെ മുതഅല്ലിമീങ്ങളെ വല്ലാതെ സ്നേഹിക്കുന്ന ഉസ്താദ് അവറുകള് ഞാൻ ഓർത്തു പോവുകയാണ്. ബീച്ച് റോഡിനടുത്തൊരു സ്ഥലത്ത് ഒരു മദ്രസ കുടിക്ക് വേണ്ടി ഉസ്താദിന്റെ കൂടെ പാവപ്പെട്ട ഞാനങ്ങ് പോയപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മദ്രസയിൽ കയറിയിട്ട് കണ്ണു ചിമ്മി ദുആ ചെയ്യുകയാണ്. ആ ദുആ ചെയ്യുന്ന സമയത്ത് പാവപ്പെട്ട ഞാൻ അവിടെ പോയി ഉസ്താദിന്റെ സൈഡിലങ്ങിരുന്നു. ദുആ കഴിഞ്ഞപ്പോൾ ആ കൈ അങ്ങോട്ട് കൊടുത്തപ്പോൾ ഉസ്താദ് സന്തോഷത്തോടെ സലാം മടക്കിയിട്ട് നിങ്ങളുമുണ്ടോ എന്നൊരു ചോദ്യം എന്നോട് ചോദിച്ചിട്ട് ഉസ്താദ് പറഞ്ഞൊരു വാക്കുണ്ട് അവിടെ, അത് വല്ലാത്തൊരു വാക്കാണ്. ഉസ്താദ് അവർ അവിടെ നിന്ന് പറഞ്ഞുപോയി, നാളെ സ്വർഗ്ഗത്തിലേക്ക് എത്തിയാൽ മുഅ്മിനീങ്ങൾ പരസ്പരം കൈ കൊടുക്കുമ്പോൾ സന്തോഷത്തോട് ചോദിക്കും, നിങ്ങളും ഇവിടെ ഉണ്ടോ എന്ന് അവിടെ നിന്ന് ചോദിക്കും. ആ ഒരു വാക്കായിട്ട് ഈ വാക്കിന് അല്ലാഹു കബൂൽ ചെയ്യട്ടെ എന്നവിടെ നിന്ന് ദുആ ചെയ്ത് ഞാൻ പൊട്ടിക്കരഞ്ഞു പോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊന്നുമല്ല, ഉസ്താദിന്റെ ചെരുപ്പെടുക്കുന്ന ഖാദിമാകാൻ പോലും അവകാശമില്ലാത്തവരാണ് നമ്മളൊക്കെ. എന്നാൽ പറയട്ടെ, പാവപ്പെട്ട മുതഅല്ലിമീങ്ങൾ ഈ നിലയ്ക്ക് സ്നേഹിക്കുന്ന വല്യരായ ശൈഖുന അവറുകള് ഉസ്താദ് ഒരു മാസം മുമ്പ് ഹോസ്പിറ്റലിൽ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ ബഹ്റൈനിലായിരുന്നു. ഉസ്താദിന്റെ പ്രിയപ്പെട്ട മകൻ ബഹ്റൈനിലുണ്ട്. ഞങ്ങൾ റൂമിൽ ഇരുന്നിട്ട് അവിടുത്തെ എസിഎഫിന്റെ ഐസിഎഫിന്റെ ആർഎസ്സിയുടെ പ്രവർത്തകരെല്ലാം റൂമിൽ ഉസ്താദിന്റെ വേണ്ടി അരിയത്ത് സ്വലാത്ത് ദുആ ചെയ്യുകയാണ്. അതിന്റെ മകൻ പൊട്ടിക്കരയാണ്. ഞങ്ങളൊക്കെ ഉസ്താദിനൊക്കെ അവിടെ നിന്ന് ഫോട്ടോയിൽ കണ്ടിട്ട് വാട്സപ്പിലൂടെ കണ്ടിട്ട് പൊട്ടിക്കരയുകയാണ്. അവിടെ നിന്ന് ഉസ്താദിന്റെ കണ്ണീരൊലിപ്പിക്കാൻ ആയിരങ്ങളാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് മഹാനായ ശൈഖുനക്ക് വേണ്ടി ദുആ ചെയ്യണം, ഈ കുഞ്ഞു ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യണം. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇപ്പോൾ ഈ വേദിയിലേക്ക് കയറി വരുന്ന മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് അല്ലാഹു ആഫിയത്ത് ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. ഇന്നൊരു കാര്യം വന്നിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഞാൻ ഡയറക്റ്റ് കാണുന്നുണ്ട്. നിങ്ങൾക്ക് കഴുത്തിന് വേദനിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ, എനിക്ക് ഡയറക്റ്റായി കാണുന്നുണ്ട്. എല്ലാവരും അവിടെ ഇരിക്കൂ, ഉസ്താദ് വരുമ്പോൾ ഞാൻ പറയാം ഇൻഷാ അല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വീകരിക്കാൻ വേണ്ടി നേതാക്കന്മാർ പോയതാണ്. ഉസ്താദ് കയറി വേദിയിലേക്ക് വരും. നിങ്ങൾ ആരും അരങ്ങരുത് ഇൻഷാ അല്ലാഹ്. ആരാണ് സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് എന്ന് മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് കേൾക്കുന്നുണ്ടോ? കേട്ടവരല്ലേ നിർത്തണേ, നമുക്കാരും കേൾക്കുന്നില്ലല്ലോ.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദ് അല്ലാഹു ആഫിയത്തോടെ ആയുസ്സ് നീട്ടിക്കൊടുക്കുമാറാകട്ടെ. എല്ലാ സാദാത്യങ്ങളെ പൊരുത്തമുള്ള മഹാൻ, എല്ലാ ആലിമീങ്ങളെ പൊരുത്തമുള്ള മഹാൻ, ലോകരാഷ്ട്രത്തിൽ നിന്ന് അറിയപ്പെട്ട മഹാൻ മഹാനായ സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദ്. ഉസ്താദിനെ മനസ്സിലാക്കണമെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ കേരളക്കാരാകുന്ന നമുക്ക് ഉസ്താദിനെ മനസ്സിലായിട്ടില്ല. ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, മഹാനായ കാന്തപുരം ഉസ്താദ് ആരാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ വിദേശ യാത്ര നടത്തണം, ഒരു വിദേശ പര്യടനം നടത്തണം. വിദേശ രാജ്യങ്ങളിൽ ഓർക്കുകയാണ്, ദുബായ് അബുദാബിയിൽ പോയപ്പോ ഷേഖ് മക്ബറിൽ സിയാറത്തിന് വേണ്ടി എടുത്തുപോയ സമയത്ത് അവിടെ പിഞ്ചുമക്കള് ആ മക്ബറിന്റെ ഉള്ളിൽ ഏകദേശം 10 കൊല്ലത്തോളമായി ഇന്നും അവിടെ ഖത്തമൂത്ത് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അബുദാബിയിലെ ഷേഖ് മക്ബറയിൽ ഇന്നും 10 വർഷത്തോളമായി അവിടെ താമസത്ത് ഓതിക്കൊണ്ടേയിരിക്കുകയാണ്. കേരളത്തിലെ വിദ്യാർത്ഥിക്കാർക്ക് അതൊക്കെ ശിർക്കും അതുപോലെ അതൊക്കെ വിദ്യാർത്ഥിയുമായി ചിത്രീകരിക്കുമ്പോ ഞങ്ങളുടെ കുത്തകയാണെന്ന് അവകാശപ്പെടുന്ന UAE-യിലടക്കം ഷേഖ് മക്ബറയിൽ ഖത്തം ദുആ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ 24 മണിക്കൂറും മൈക്ക് വെച്ചിട്ട് ഖത്തമോത് നടത്തുമ്പോൾ അവിടെ ഓതിക്കൊണ്ടിരിക്കുന്ന പിഞ്ചൂർ അറബിക്കുട്ടി, ഞങ്ങൾ സിയാറത്തിന് വേണ്ടി പോയി അവിടെ സിയാറത്ത് ചെയ്തപ്പോൾ അറബിക്കുട്ടിയുടെ ഉള്ളിൽ പുറത്തേക്ക് വരികയാണ്. എന്നിട്ട് കൈ തന്നിട്ട് ചോദിക്കും, നിങ്ങൾ കേരളക്കാരാണോ? ഞങ്ങൾ പറഞ്ഞത് കേരളക്കാരാണ്. അപ്പോഴാണ് ഈ ചെറിയ കുട്ടി, ഏകദേശം 12-13 വയസ്സ് തോന്നിക്കുന്ന കുട്ടി, ഒരു അറബിക്കുട്ടി ചോദിക്കുകയാണ്, ഷെയ്ഖ് അബൂബക്കറിന്റെ പരിചയമുണ്ടോ? ഞങ്ങൾ പറഞ്ഞവരെ ഞങ്ങൾ ഇവിടുത്തെ തലാമീദുകളാണ്, ഞങ്ങളുടെ ശിഷ്യന്മാരാണ്. ഈ പിഞ്ചുമക്കൾ നിങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുന്നത്, നിങ്ങൾ ഷെയ്ഖ് അബൂബക്കറിന്റെ തിന്മീതാകാൻ അവിടുത്തെ ശിഷ്യന്മാരാകും ഭാഗ്യം കിട്ടിയവരാണല്ലോ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അറബി പൈതങ്ങൾക്ക് പോലും ഷെയ്ഖ് അബൂബക്കർ എന്ന് പറയുമ്പോൾ ആവേശമാണ്. ഷെയ്ഖ് അബൂബക്കറിന്റെ പേര് പറയുമ്പോൾ രോമാഞ്ചം കൊള്ളുകയാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ആരാണ് ഷെയ്ഖ് അബൂബക്കർ? നിങ്ങൾ അറിയുമോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? ഇന്ന് സൗദി അറേബ്യയിൽ കൊല്ലങ്ങൾക്ക് മുമ്പ് ആരും എണിക്കരുത്, ആരും പോകരുത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇവിടെ തന്നെ ഇരിക്കുക, ഒറ്റൊരാൾ അണിഞ്ഞു പോകരുത്. സുന്നത്ത് ജമാഅത്തിന്റെ അച്ചടക്കമുള്ള പ്രവർത്തകരല്ലേ നമ്മളൊക്കെ. ഇൻഷാ അല്ലാഹ് നേതൃത്വം പറയുന്നു, നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കണം. മഹാനായ സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദ് സെന്റർ ഉദ്ഘാടനം ചെയ്തിട്ട് ഇൻഷാ അല്ലാഹ് വേദിയിലേക്ക് കയറി വരും. നിങ്ങൾ അവിടത്തേക്ക് പോയാൽ അവിടെ വീർപ്പ് മുട്ടിപ്പോകും. ഒരാളും അനങ്ങിപ്പോകാതെ അച്ചടക്കമുള്ള സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരാണ്. എല്ലാവരും ഇവിടെ തന്നെ ഇരിക്കുക. ഇൻഷാ അല്ലാഹ് സുൽത്താനുൽ ഉലമാ ഈ വേദിയിലേക്ക് കയറി വരും. ഇരിക്കാന്ന് പറയുമ്പോൾ പിന്നെ അണിക്കേണ്ട ആവശ്യമില്ലല്ലോ. നേതൃത്വത്തിൽ ഇവിടുന്ന് പറയുന്നത് ഇതിനായി ശൈഖിനെ ഇരിക്കുന്ന വേദിയിലല്ലേ പറയുന്നത്. എല്ലാവരും ഇവിടെ ഇരിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇരുന്ന സ്ഥലത്ത് കാന്തപുരം ഉസ്താദിന്റെ മുഖം നോക്കണം. ഇൻഷാ അല്ലാഹ് അവിടുത്തെ മുഖം നോക്കിയ ബർക്കത്ത് കൊണ്ട് അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. എല്ലാവരും ഇവിടെ തന്നെ ഇരിക്കുക. ശൈഖിനെ ഇവിടത്തേക്ക് ശൈഖിന് ഇതിലൂടെ കടന്നു പോവുകയാണ് സുന്നി സെന്റർ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി. എല്ലാവരും ഇങ്ങോട്ട് കയറി വരെ, ആരും അങ്ങോട്ട് പോകരുത്. അവിടെ പോയാൽ വീർപ്പ് മുട്ടിപ്പോ അവിടെ സൗകര്യം കുറവാണ്. എല്ലാവരും ഇങ്ങോട്ടിരിക്കുക. ആരും ഇരുന്ന സ്ഥലത്ത് എഴുന്നേൽക്കരുത്. SSF-ന്റെ SVS-ന്റെ അച്ചടക്കമുള്ള പ്രവർത്തകർ നേതൃത്വം പറഞ്ഞപ്പോൾ അംഗീകരിക്കാൻ തയ്യാറായവരാണ്. പുറത്തു നിൽക്കുന്നവർ മുഴുവനും ആ കവാടത്തിൽ നിന്ന് മാറി നിൽക്കുക. ഇഷ്ടം പോലെ സ്ഥലം ഇങ്ങോട്ടുണ്ട്. ഇങ്ങോട്ട് സ്റ്റേജിന്റെ ഈ ഭാഗത്തേക്ക് നിങ്ങൾക്ക് എല്ലാവരും ഇങ്ങോട്ട് നീങ്ങാം. ഇൻഷാ അല്ലാഹ് മഹാനായ കാന്തപുരം ഉസ്താദ് ഇങ്ങോട്ട് കയറി വരികയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ആരാണ് സുൽത്താനുൽ ഉലമ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ വിദേശ പര്യടനം നടത്തണം. ഒരു കാലത്ത് റിയാദിൽ വെച്ചിട്ട് മഹാനായ കാന്തപുരം ഉസ്താദിനെ
അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ അറിയുമോ, ഇപ്രാവശ്യം റിയാദുൽ സുന്നത്ത് ജമാഅത്തിന്റെ പരിപാടി വെച്ചിട്ട് അവിടുത്തെ വലിയ വലിയ ശൈഖുമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് റിയാദ് പട്ടണത്തിൽ വലിയ സുന്നി സമ്മേളനം നടത്തിയിട്ട് 1.5 കോടിയോളം ഉറുപ്പിക പരസ്യമായി പിരിവ് നടത്തിയ മഹാനായ കാന്തപുരം ഉസ്താദ്. ഒരു കാലത്ത് റിയാദത്ത് അറസ്റ്റ് ചെയ്തിട്ട് ഇനി കാന്തപുരത്തിന് റിയാദിലേക്ക് പോകാൻ പറ്റൂല, സൗദി അറേബ്യയിലേക്ക് പോകാൻ പറ്റൂല. ഇന്ന് നിങ്ങൾ അറിയണോ, റിയാദിലോ ദമാമിലോ അതുപോലെ ജിദ്ദയിലോ മഹാനായ കാന്തപുരം ഉസ്താദ് എയർപോർട്ട് ഇറങ്ങിയാൽ അവിടെ സ്വീകരിക്കാൻ വരുന്ന ICF-ന്റെ പ്രവർത്തകരല്ല, RSCയുടെ പ്രവർത്തകരല്ല, KCF-ന്റെ പ്രവർത്തകരല്ല, അവിടുത്തെ ഔഖാഫിന്റെ മന്ത്രിമാര് വണ്ടിയുമായാണ് വരുന്നത് മഹാനായ കാന്തപുരം ഉസ്താദിനെ സ്വീകരിക്കാൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, UAE-യിലേക്ക് നിങ്ങളൊന്ന് പോയി നോക്കൂ, അവിടുത്തെ ഔഖാഫിന്റെ വണ്ടിയിലാണ് ഉസ്താദിനെ സഞ്ചരിക്കുന്നത്. ഒരു കാലത്ത് നമ്മുടെ പ്രവർത്തകർ പറഞ്ഞു, കേരളക്കരയിൽ കാന്തപുരത്തിനെ കാണാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല, ഉസ്താദിനെ ഖിദ്മത്തെടുക്കണമെങ്കിൽ, ഉസ്താദിനെ കാണണമെങ്കിൽ വിദേശ രാജ്യങ്ങളിലേക്ക് പോകണം. ഇന്നത് മറച്ചു പറയാൻ വേണ്ടി തുടങ്ങി. ഇന്ന് UAE-യിലേക്ക് കയറിയാൽ, വിദേശ രാജ്യങ്ങളിലേക്ക് കയറിയാൽ ഉസ്താദ് ഔഖാഫിന്റെ കൊട്ടാരങ്ങളിലാണ്, അവിടുത്തെ മന്ത്രിമാരെ കൂടെയാണ്. ഉസ്താദ് മുമ്പിലൂടെ ഔഖാഫിന്റെ വണ്ടിയിൽ പോകുമ്പോൾ മുമ്പിലും ബാക്കിലും പോലീസിന്റെ വണ്ടികളാണ്. അകമ്പടിയോടെയാണ് കാന്തപുരത്തിന് ആനയിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിലയ്ക്ക് ലോകരാജ്യങ്ങളിൽ അറിയപ്പെട്ടുകൊണ്ട് ഒരേ സ്ഥാനം പിടിച്ച മഹാനായ കാന്തപുരം ഉസ്താദ് അല്ലാഹു ദർജ വർദ്ധിപ്പിക്കുമാറാകട്ടെ. ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, കഴിഞ്ഞ വർഷം ഹജ്ജിന് പോയപ്പോൾ അവിടുത്തെ പ്രവർത്തകർ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. ഹറമിന്റെ പണി നടക്കുകയാണ്, മക്കയിൽ കഅബാലയത്തിന് ചുറ്റുമുള്ള പള്ളിയുടെ പണി അങ്ങ് നടക്കുമ്പോൾ മഹാനായ കാന്തപുരം ഉസ്താദ് ഒരു മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും അവിടെ വന്ന് പണി നടക്കുന്നത് സന്ദർശിക്കാറുണ്ടായിരുന്നു. എന്തിന്റെ കറിയെന്നറിയില്ല, അതിനെന്തെങ്കിലും ഡ്യൂട്ടി ഏൽപ്പിച്ചോന്നറിയില്ല, നോക്കാമെന്ന് അവിടുത്തെ ഔഖാഫ് ഏൽപ്പിച്ചോന്നറിയില്ല. ഹറമിന്റെ പണി നടക്കുമ്പോൾ സന്ദർശിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് മഹാനായ കാന്തപുരം ഉസ്താദ് സൗദിയിലെങ്ങ് കയറിപ്പോകുന്നു. ആരും പോകുന്നത് അറിയുന്നില്ല, ആരും വരുന്നത് അറിയുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിലയ്ക്ക് ലോകരാഷ്ട്രങ്ങളില് 60-ലധികം വരുന്ന രാഷ്ട്രങ്ങളിൽ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഓടി നടന്ന മഹാനായ കാന്തപുരം ഉസ്താദ് നിങ്ങൾ അറിയുമോ, ഇങ്ങനെ ലോകരാജ്യങ്ങളിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോഴും രാത്രി അമേരിക്കയിലാണ്, കുവൈറ്റിലാണ്, ബഹ്റൈനിലാണ്, UAE-യിലാണ്, ഏത് രാജ്യങ്ങളിലായാലും രാവിലെ സുബ്ഹിക്ക് 6 മണിക്ക് മർഖത്തിലതാ ബുഖാരി ക്ലാസിനാണ് മഹാനായ കാന്തപുരം ഉസ്താദ് അവർകൾ. നിങ്ങൾ അറിയുമോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രാവിലെ ബുഖാരി ക്ലാസിന് 6 മണിക്ക് കയറിയാൽ രാത്രി ഉസ്താദ് എവിടെയായിരിക്കും? നിങ്ങൾ കണ്ടില്ലേ, ഇന്ന് ഉസ്താദ് ഇപ്പോൾ ഇവിടെ ബുഖാരിയിലാണ്. എന്നാൽ നിങ്ങൾ അറിയണോ, ഇന്നലെ ഉസ്താദ് UAE-യിലാണ്. ആ UAE-യിൽ നേരത്തെ എയർപോർട്ട് ഇറങ്ങിയിട്ട് ഇന്ന് SOS-ന്റെ സ്റ്റേറ്റ് കൗൺസിൽ നടക്കുമ്പോൾ ആ സ്റ്റേറ്റ് കൗൺസിലിന്റെ പരിപാടിയിൽ പങ്കെടുത്തിട്ട് നേരെ വീട്ടിലേക്ക് പോലും പോകാതെ ഉസ്താദ് നേരെ വന്ന് കാസർഗോഡ് ജില്ലയിലേക്കാണ്. ഇപ്പോൾ പതിയെടുക്കത്ത് പഞ്ചിക്കലിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തിട്ട് വളരെ ക്ഷീണിതനായിക്കൊണ്ട് മഹാനായ കാന്തപുരം ഉസ്താദ് ഈ താജുൽ ഉലമ വേദിയിലേക്ക് കയറി വരുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടുന്ന് പോകുന്ന ഉദ്യാപനം 1000 ജമാഅത്തിന്റെ മക്കാമൂസിനാണ്. നിങ്ങൾ അറിയുമോ, ഇങ്ങനെ ലോകരാജ്യങ്ങളിൽ വീട്ടിലേക്ക് പോലും പോകാൻ സമയമില്ലാതെ, അവിടുത്തെ സ്വന്തം കുടുംബത്തിന് പോലും കാണാൻ കഴിയാതെ ഞാൻ ഓർത്തു പോവുകയാണ്. ഉസ്താദിന്റെ ഭാര്യ കുറെ കാലങ്ങൾക്ക് മുമ്പ് അവിടുത്തെ മകൻ അബ്ദുൽ ഹക്കീം അസ്ഹരി ഉമ്മയോട് ചോദിക്കുന്നു, ഉമ്മ ബാപ്പാനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ആ ലേഖനം ഞാൻ ഇന്ന് സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോഴാണ് സ്വന്തം മകൻ ലോകരാജ്യങ്ങളിൽ കറങ്ങുന്നവർ മകനാണല്ലോ, ഈ മകനോട് സ്വന്തം ഭാര്യ പറഞ്ഞൊരു വാക്ക് ഇന്നും ആ ലേഖനം എന്റെ കയ്യിലുണ്ട്. മഹാനായ സുൽത്താനോട് ഭാര്യ പറയുന്നത്, നിങ്ങളുടെ ബാപ്പയാകുന്ന ഉസ്താദ് ഇവിടത്തേക്ക് വരുന്ന ദിവസം ഞങ്ങൾക്കൊരു പെരുന്നാളിന്റെ ദിവസമാണ് ഈ വീട്ടിലേക്ക് വരുന്ന ദിവസം. ഞാനത് ഉസ്താദ് വരുന്ന ദിവസങ്ങളിൽ പെൺമക്കൾക്കെല്ലാം ഫോൺ ചെയ്യും. അവര് 3 മണി രാത്രി വന്നിട്ട് എന്റെ വീട്ടിൽ ഇവിടെ വീട്ടിൽ കാത്തു നിൽക്കും. അപ്പൊ 3 മണി രാത്രി വരും, 4 മണിയാകുമ്പോ ബാപ്പ അങ്ങ് ഇറങ്ങിപ്പോകും. ഞങ്ങൾക്കൊരു പെരുന്നാളിന്റെ ആഘോഷമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്രമമില്ലാതെ നിരക്ക് 24 മണിക്കൂർ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ കേരളത്തിലല്ല, കർണാടകയിലല്ല, ഇന്ത്യയൊട്ടാകെ 2000-ലധികം പള്ളികൾ പണിത മഹാനായ കാന്തപുരം ഉസ്താദ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഉസ്താദിന് ആരെന്ത് പറഞ്ഞാലും അല്ലാഹു സ്വീകാര്യത കൊടുത്താൽ ഒരു മനുഷ്യനിക്ക് മടിച്ചു നിർത്താൻ കഴിയൂല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് അവർകൾ.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2000-ലധികം പള്ളി നിർമ്മിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇവിടെ നാം ചിന്തിക്കേണ്ടത് പേരും പ്രശസ്തിയും മാത്രമല്ല. ഈ പള്ളിയിൽ വെച്ചിട്ട് 5 വക്ത നിസ്കാരത്തിന് വേണ്ടി ഒരു വക്തിന് അതൊരു 10 ആട് പോലെ നിസ്കരിക്കാൻ വേണ്ടി വന്നാൽ 2000-ലധികം വരുന്ന പള്ളിയിൽ ഒരു ദിവസം നിസ്കരിക്കുന്നവർ എത്രയായി? ഇവരെല്ലാം ആ പള്ളിയിൽ കയറി റബ്ബിന് വേണ്ടി സുജൂദ് ചെയ്യുമ്പോൾ ഇതിന്റെ എല്ലാം പ്രതിഫലത്തിന്റെ ഒരു ഭാഗം മഹാനായ കാന്തപുരം ഉസ്താദിനല്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ എത്ര മദ്രസകൾ നിങ്ങൾ അറിയുമോ? കുടിക്കാൻ വെള്ളമില്ലാത്തവർക്ക് എത്ര കിണറുകൾ നിർമ്മിച്ചു കൊടുത്ത മഹാനായ കാന്തപുരം ഉസ്താദ്. കാശ്മീരിന്റെ മക്കള് ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും അവസരമില്ലാത്ത ആ കാശ്മീരിന്റെ മക്കള്, വെടിയുണ്ടകൾ മാത്രം കേട്ട് പരിചയമുള്ള ആ കാശ്മീരിന്റെ മക്കളെ ഇന്ന് നിങ്ങൾ കണ്ടില്ലേ? ഇന്നത്തെ പത്രത്തിന് മുഴുവൻ നിങ്ങൾ കണ്ടില്ലേ? കേരളത്തിലെ സ്കൂളിന്റെ കലോത്സവം നടക്കുന്ന സമയത്ത് കേരളത്തിലെ ഏറ്റവും വലിയ വിജയം നേടുന്നത് കാശ്മീരിന്റെ മക്കളാണ്. ഒരു കാലത്ത് കാശ്മീരിന്റെ മക്കൾക്ക് വെടിയുണ്ടകൾ മാത്രം പരിചയമുള്ള കാശ്മീരിന്റെ മക്കളെ അച്ചടക്കബോധമുള്ള മക്കളാക്കി മർക്കസ് സഖാഫത്തിൽ സുന്നിയിൽ കൊണ്ടുവന്ന് പഠിപ്പിച്ചിട്ട് അച്ചടക്കബോധമുള്ള മക്കളാക്കി പഠിപ്പിച്ചത് മഹാനായ സുൽത്താനുൽ കാന്തപുരം ഉസ്താദാണ്. ആ മക്കളെ പ്രാർത്ഥന പോലെ കാന്തപുരം ഉസ്താദിന്. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, കാന്തപുരം ഉസ്താദിന് ഒരു കൊഞ്ഞനം കാട്ടുന്നവർക്ക് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മോനെ, ഉസ്താദിന് കല്ലെറിഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. കാരണം നിന്റെ കല്ലേറിനൊരു പരിധിയുണ്ട്. ആ പരിധിക്കപ്പുറം കല്ലേറ് പോകൂല. ഇവിടുന്ന് കല്ലെറിഞ്ഞാൽ ആ കവാടത്തിന് അപ്പുറം കല്ലേറ് പോകൂല. പക്ഷേ കാന്തപുരം ഉസ്താദ് അതിനേക്കാൾ അപ്പുറമാണ് കേട്ടോ. നിന്റെ കല്ലേറ് കൊള്ളാൻ വേണ്ടി പോകുന്നില്ല. അതുകൊണ്ട് പറയട്ടെ, ഏത് ആരോപകർ എന്ത് പറഞ്ഞാലും അതൊക്കെ പൂമാലിട്ട് സ്വീകരിച്ചുകൊണ്ട് വളരെ പുഞ്ചിരിയോടെ ഏത് ശത്രുവിന്റെ മുന്നോക്കി പുഞ്ചിരിയോടെ പെരുമാറി ആ ശത്രുവിനെ മിത്രമാക്കി മാറ്റിയ മഹാനായ സുൽത്താനുൽ കാന്തപുരം ഉസ്താദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആനിൽ പഠിക്കുന്ന പഠിച്ചു വിട്ടുപോയ 25,000 വരുന്ന യതീമക്കള് ഇന്ന് ലോകത്തിന്റെ നാനാഭാഗത്ത് ഡോക്ടറായി, എഞ്ചിനീയറായി, അഡ്വക്കറ്റായി, ലെക്ചറായി നാനാഭാഗത്ത് പ്രവർത്തിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയ വലിയ സഖാഫി പണ്ഡിതന്മാര് മഹാനായ ഉസ്താദിന്റെ മുമ്പിൽ വളർന്നു പഠിച്ച എത്ര വലിയ സഖാഫിമാര്, ഇവരൊക്കെ പോലെ ഉസ്താദിന് ആരെങ്കിലും വേണോ? ഞാൻ പറയട്ടെ, ഉസ്താദിന് കിട്ടുന്ന ദുആ ഒരു ഭാഗത്ത് 2000-ലധികം പള്ളിയിൽ സുജൂദ് ചെയ്യുന്നവരുടെ ദുആ, നിരവധി മക്കളുടെ ദുആ, ആ കാശ്മീരിലെ മക്കളുടെ ദുആ, അതുപോലെ തന്നെ നിരവധി കിണറുകൾ കുടിച്ചിട്ട് ആ കുടിപ്പിച്ചു കൊടുത്ത് വെള്ളം കുടിക്കുന്നവരുടെ ദുആ, നിരവധി പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുത്തതിന്റെ പ്രതിഫലം, ഇങ്ങനെ ഒരു ദിവസത്തിൽ എത്രയാണ് പ്രതിഫലമായിക്കൊണ്ടിരിക്കുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ ഒരു പ്രാർത്ഥനയല്ലാതെ വേറെ എന്താണ് മഹാനായ സുൽത്താനുൽ ഉലമക്ക് ആരെന്ത് പറഞ്ഞാലും തകർക്കാൻ കഴിയാതെ പർവ്വതം പോലെ മുന്നോട്ട് ജയിക്കുന്ന മഹാനായ കാന്തപുരം ഉസ്താദ് കയറി വന്നിട്ടില്ല. എല്ലാവരും കയറി വന്നിട്ടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കാന്തപുരം ഉസ്താദ് ഇവിടെ വേദിയിലേക്ക് കയറി വരികയാണ്. ഈ നാടിന്റെ അപമാനമാണ്. ഉസ്താദിന്റെ കാൽപാദം തന്നെ ഈ നാടിന്റെ ഇജ്ജത്താണ്, അഭിമാനമാണ്. അല്ലാഹു ആയുസ് കൊടുക്കുമാറാകട്ടെ, അല്ലാഹു ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. ഇവിടെ കൂടി SSFന്റെ SYSന്റെ പ്രവർത്തകരോട് മഹാനായ കാന്തപുരം ഉസ്താദിന് വേണ്ടി നിങ്ങളെപ്പോഴും ദുആ ചെയ്യുന്നവരാകണം. ഉസ്താദിന്റെ കുറെ കാലം നമുക്ക് കിട്ടണം. ഉസ്താദിന്റെ ഒരു സെക്കൻഡ് നമ്മുടെ 1000 ആയുസ്സിന് സമാനമാണ്. 24 മണിക്കൂറും വിശ്രമമില്ലാതെ ക്ഷീണം വകവെക്കാതെ ഒരു ചെറുപ്പക്കാരനെ പോലെ ലോകരാഷ്ട്രങ്ങളിൽ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന മഹാനായ സുൽത്താനുൽ ഉലമ നമ്മുടെ വേദിയിലേക്ക് കയറി വരികയാണ്. മഹാനായ സുൽത്താനുൽ ഉലമ നമ്മുടെ വേദിയിലേക്ക് കയറി വരികയാണ്. ഹുലൂ തക്ബീർ, ഹുലൂ തക്ബീർ, ഹുലൂ തക്ബീർ, ഹുലൂ തക്ബീർ, ഹുലൂ തക്ബീർ, ഹുലൂ തക്ബീർ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. എല്ലാവരും മാറി നിൽക്കണം. സുൽത്താനുൽ ഉലമ സ്റ്റേജിലേക്ക് വരും. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും അവിടുത്തെ മുഖം നോക്കാം. ആരും കൈപിടിച്ച് വിഷമത്തിലാക്കരുത്. അതിന്റെ ക്ഷീണമൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ. അല്ലാഹു ആഫിയത്ത് ആയുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ തണൽ ദീർഘകാലം നമുക്ക് അല്ലാഹു നൽകുമാറാകട്ടെ. അവിടുത്തെ തണലും നേതൃത്വവും ദീർഘകാലം അല്ലാഹു നൽകുമാറാകട്ടെ. എല്ലാവരും ആരും കൂട്ടാക്കരുത്. എല്ലാവരും സ്ഥലത്തിൽ കയറിയിരിക്കണം. എല്ലാവരും അവിടെ ഇരിക്കാം.
ഇൻഷാ അല്ലാഹ് മഹാനായ സുൽത്താനുൽ മക്കാന്തബിൻ ഉസ്താദ് അല്ലാഹു ആഫിയത്ത് ഏറ്റി കൊടുക്കട്ടെ. ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. ജാമിഅ സഅദിയുടെ 46-ാം വാർഷിക മഹാസമ്മേളനം ഫെബ്രുവരി 12, 13, 14 തീയതികൾ നടക്കുമ്പോൾ മഹാനായ താജുൽ ഉലമയുടെ 2ാം ആണ്ട് നേർച്ച, മഹാനായ നൂറുൽ ഉലമയുടെ 1ാം ആണ്ട് നേർച്ചയ്ക്ക് നടക്കുന്ന സഅദിയ സമ്മേളനം ഫെബ്രുവരി 12, 13, 14 തീയതികൾ സഅദാബാദിൽ വെച്ച് നടക്കുമ്പോൾ ഇളജാമ സമ്മേളനം വിജയിപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ദുആ വസിയത്തോടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.